നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ രാവിലെ 8 മണിയോടെ കൊച്ചി നഗരത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഒരു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശുചീകരണ തൊഴിലാളികളാണ് നടു റോഡിൽ പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിൽ നവജാത ശിശുവിന്റെ ശരീരം കണ്ടത്. റോഡിലേക്ക് വീണ് കിടക്കുകയായിരുന്നു കുഞ്ഞ്. അതിനെ പൊതിഞ്ഞിരുന്ന കവർ അത് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെ പോലീസ് അന്വേഷണം നടത്തിയത്. ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചായിരുന്നു ഫ്ളാറ്റിന്റെ 5ാം നിലയിൽ പോലീസ് എത്തിയത്. അപ്പോൾ മാത്രമാണ് ഈ യുവതിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തു. ഈ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ ആകെ അങ്കലാപ്പിലായി. കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴോട്ടിട്ടു. പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞു. ഇങ്ങനെയാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം സുഹൃത്തിനെതിരെ കേസെടുക്കുക എന്നൊരു രീതിയിലേക്ക് കടക്കും. സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി സംസ്ഥാനം വിട്ട ബീഹാർ റോബിൻഹുഡിനെ 14 മണിക്കൂറിനുള്ളിൽ കുടുക്കിയ സൗത്ത് ACPP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസും അന്വേഷിച്ചത്. വെള്ളിയാഴ്ച കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിലെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി വന്നത് വെറും 3 മണിക്കൂർ മാത്രമാണ്. തിരക്കേറിയ ഇടങ്ങളിലൊന്നാണ്. അവിടെ ഉണ്ടായ ഈ സംഭവം അറിഞ്ഞ് 15 മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സംഘം അവിടേക്കെത്തി. തൊട്ടു പിന്നാലെ ACP രാജ്കുമാറും അവിടെ വന്നു. ജോഷിയുടെ വീട്ടിലെ മോഷണം തെളിയിച്ച സംഘത്തിലുണ്ടായിരുന്ന സൗത്ത് CI പ്രേമാനന്ദകുമാറും പാലാരിവട്ടം CI റിച്ചാർഡ് വർഗീസുമായിരുന്നു ഇപ്രാവശ്യം ACPക്കൊപ്പം ഉണ്ടായിരുന്നത്. പോലീസിന്റെ അന്വേഷണ വഴി നമുക്കൊന്ന് നോക്കാം. രാവിലെ 8:30യോടെയാണ് സംഭവ വികാസങ്ങൾ തുടങ്ങിയത്. തെറ്റായ വിവരമായിരുന്നു ഫ്ളാറ്റിലുണ്ടായവരിൽ നിന്ന് ആദ്യം പോലീസിന് കിട്ടിയത്. ഫ്ളാറ്റുകളിലെ താമസക്കാരിൽ പ്രഗ്നന്റായ ആരുമില്ലെന്നും തുറന്നു കിടന്ന ഗേറ്റിലൂടെ ആരും ഉള്ളിൽ പ്രവേശിച്ചു എന്നതടക്കമുള്ള മൊഴികളാണ് ആദ്യം നൽകിയത്. ഫ്ളാറ്റിലുള്ളവർ പറഞ്ഞത് വിശ്വസിക്കാതെ പോലീസ് സംഘം ഓരോ ഫ്ളാറ്റിലായി കയറി പരിശോധന തുടങ്ങി. അതിനൊപ്പം CCTV ദൃശ്യങ്ങളിലും പരിശോധിച്ചു. അതിൽ നിന്നാണ് കുഞ്ഞു റോഡിലേക്ക് വീഴുന്ന ദൃശ്യം കിട്ടിയത്. 8:14 അപ്പോഴത്തെ സമയം. തറയിൽ വീണതിനു ശേഷം കുഞ്ഞിനെ പൊതിഞ്ഞ കവർ മുകളിലേക്ക് അല്പം ഉയർന്ന് വീണ്ടും നിലംപതിക്കുന്നത് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടു. 1-2 നിലകളിൽ നിന്ന് വലിച്ചെറിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കില്ല. കുറച്ചുകൂടി ഉയരത്തിലുള്ള ഫ്ളാറ്റിൽ നിന്നാകാമെന്ന നിഗമനത്തിലായി പോലീസ്. ഏറ്റവും ഉയരത്തിലുള്ള 7ാം നിലയിൽ നിന്ന് താഴേക്കായിരുന്നു പിന്നെ അന്വേഷണം. 7ാം നിലയ്ക്ക് മുകളിലെ ടെറസിലേക്ക് എത്താൻ കഴിയുന്നത് ആർക്ക് എന്ന കാര്യം പരിശോധിച്ചു. പിന്നെ പതിയെ ഓരോ നിലയായി താഴേക്ക്. ഫ്ളാറ്റിലെ താമസക്കാരിൽ നിന്ന് ആരിൽ നിന്നും സഹായകരമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയില്ല. അറസ്റ്റിലായ യുവതിയുടെ 5ാം നിലയിലെ ഫ്ളാറ്റിലും പോലീസ് എത്തി. മാതാപിതാക്കളാണ് പോലീസിനോട് സംസാരിച്ചത്. കൂടെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. യുവതി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. അതിൽ പോലീസിന് അസ്വാഭാവികത തോന്നി. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും പോലീസ് വീട്ടുവാതിൽക്കൽ എത്തിയിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുന്ന യുവതിയിലേക്ക് ആദ്യ സംശയം അങ്ങനെ പോലീസ് കടത്തിവിട്ടു. പ്രത്യേക തരത്തിലുള്ള ഗന്ധവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറപ്പിക്കത്തക്ക തെളിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല. യുവതി മനോവൈകല്യമുള്ളയാളല്ലെന്ന് ഉറപ്പിച്ച് വീണ്ടും താഴേക്ക് വന്നു. എറിഞ്ഞാൽ തെക്കുവശത്തെ റോഡിലേക്ക് വീഴാൻ തക്ക ബാൽക്കണിയുള്ള ഫ്ളാറ്റുകളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചുകൊണ്ടും താമസക്കാരിൽ തന്നെ സംശയം ഉറപ്പിച്ചും പോലീസ് മുന്നോട്ട് പോയി. മാത്രമല്ല, ഈ ഫ്ളാറ്റുകൾ കയറി ഇറങ്ങിയുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആമസോൺ കൊറിയറിന്റെ കവറിലെ വിലാസം അത് കണ്ടെത്താനുള്ള ശ്രമവും തീവ്രമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കവറിലെ വിലാസം രക്തം പുരണ്ട് മറഞ്ഞ നിലയിലായിരുന്നു. അതിലെ ബാർകോഡിന്റെ പരിശോധനയിലൂടെ വിലാസം കിട്ടി. അത് 5ാം നിലയിൽ പ്രത്യേക തരത്തിലുള്ള ഗന്ധം തങ്ങി നിന്ന ഫ്ളാറ്റിൻ്റെതായിരുന്നു. തുമ്പ് കിട്ടിയ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ 15 മിനിറ്റിനുള്ളിൽ യുവതി കുറ്റം സമ്മതിച്ചു. അപ്പോൾ സമയം 11:30. പ്രസവം നടത്തിയ കുളിമുറി കഴുകി വൃത്തിയാക്കിയിരുന്നുവെങ്കിലും രക്തത്തുള്ളികൾ ബാക്കിയുണ്ടായിരുന്നു. ഇതുകൂടെ കണ്ടെത്തിയതോടെ യുവതിയുടെ മേൽ കൊലക്കുറ്റം ഉറപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.